ഹായ് നമസ്കാരം. അപ്പോൾ എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു കുഞ്ഞ് കിച്ചൺ മേക്ക് ഓവറിൻ്റെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഒരുപാട് വലിയ മേക്ക് ഓവറൊന്നും അല്ല കേട്ടോ. ഞാനിത് ഈ ജനലിൻ്റെ സൈഡിൽ ഒരുപാട് സ്ഥലം ഉണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് സ്പേസ് ഉണ്ട് കേട്ടോ നമുക്ക് ഈ ജനലിൻ്റെ ഭാഗത്തായിട്ട്. ഞാൻ ആ സ്ഥലത്ത് എന്തെങ്കിലുമൊക്കെ പെട്ടെന്ന് കിട്ടാൻ വേണ്ടി വല്ല ടീസ്പൂണോ അതേപോലെ ലൈറ്ററോ അങ്ങനെ ഒരു സാധനം വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പുറകെ തന്നെ കുറേ സാധനങ്ങൾ ഇങ്ങനെ വെച്ച് പോകാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് കുറച്ച് ചെടികൾ വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം ഞാൻ ഫസ്റ്റ് ഇവിടെ ഉണ്ടായിരുന്ന സാധനങ്ങളൊക്കെ ആദ്യം എടുത്ത് മാറ്റി കേട്ടോ. നല്ലോണം പൊടിയും ഉണ്ടായിരുന്നു കേട്ടോ. പൊടിയും കുറച്ചധികം പൊടിയുണ്ടായി. പിന്നെ എൻ്റെ സൈഡിൽ ഇങ്ങനെ ഉറുമ്പൊക്കെ വന്ന കാരണം ഉറുമ്പ് പൊടിയും അങ്ങനെയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് കുറച്ച് ചെടികൾ അവിടെ വെക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത്. അപ്പോൾ എൻ്റെ കയ്യിലുള്ള ചെടി എന്ന് പറയുന്നത് മണി പ്ലാന്റ് ആണ് കേട്ടോ. ആകെയുള്ള ഒരു ചെടി എന്ന് പറയുന്നത് മണി പ്ലാന്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പ്ലാന്റ് ആണ് കേട്ടോ. നമുക്കതിൻ്റെ 2-3 വെറൈറ്റി മണി പ്ലാന്റ് എൻ്റെ കയ്യിലുണ്ട് കേട്ടോ. ഒരു മാർബിൾ എന്ന് പറയുന്നതും പിന്നെ എൻജോയ് പോത്തോസ് എന്ന് പറയുന്നതും പിന്നെ സാധാ മണി പ്ലാന്റ് കേട്ടോ. അങ്ങനെ 2-3 ടൈപ്പ് മണി പ്ലാന്റാണ് എൻ്റെ കയ്യിലുള്ളത്. ഞാൻ വിചാരിച്ചു എന്തായാലും മണി പ്ലാന്റ് നമുക്ക് കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ വെച്ചെടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ എനിക്കിതിൻ്റെ പേരൊന്നും കറക്റ്റ് അറിയില്ല കേട്ടോ. ഞാൻ ശരിയാണോ പറയണതെന്ന് പോലും എനിക്കറിയില്ല. എനിക്ക് ചെടികളുടെ പേരൊക്കെ പറഞ്ഞാൽ എനിക്ക് ഒരു ഫ്രണ്ട് ഉണ്ട് കേട്ടോ. അപ്പോൾ അവളോടാണ് ഞാൻ ഇങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്ത് എന്തെങ്കിലും മണി പ്ലാന്റ് കിട്ടിയാൽ തന്നെ ഫോട്ടോ എടുത്ത് അവളോടാണ് ചോദിക്കാതെ എന്താണ് ഇതിൻ്റെ പേരെന്നൊക്കെ. അപ്പോൾ ആളാണ് എനിക്കിതൊക്കെ പറഞ്ഞു തരാറുള്ളത്. അപ്പോൾ ഇത് സാധാ മണി പ്ലാന്റ് ആണ് കേട്ടോ. അപ്പം ഈ ഒരു മണി പ്ലാന്റ് നമുക്ക് കട്ട് ചെയ്തിട്ട് കുപ്പികളിലാക്കി വെക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഞാൻ 2-3 കുപ്പി എൻ്റെ കയ്യിലുണ്ട് കേട്ടോ. നമ്മുടെ ലോക്ക്ഡൗണിൻ്റെ സമയത്ത് ഒരുപാട് കുപ്പിയൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അന്ന് ഇങ്ങനെ സമയമൊന്നും പോകാണ്ട് പിന്നെ അന്ന് യൂട്യൂബിൽ ഒരുപാട് വീഡിയോസ് ഉണ്ടായിരുന്നല്ലോ ബോട്ടിൽ ആർട്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതൊക്കെ കണ്ടപ്പോഴേക്കും കുറച്ച് കുപ്പികളൊക്കെ എടുത്ത് പെയിൻ്റൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് എടുക്കാണ്ട് ഇട്ടേക്കണേയായിരുന്നു. ഞാൻ വിചാരിച്ചു എന്തായാലും ആ ബോട്ടിലാക്കാം നമുക്ക് മണി പ്ലാന്റ് എന്ന്. അപ്പോൾ ഞാൻ മണി പ്ലാന്റ് കട്ട് ചെയ്യാൻ വേണ്ടി വന്നതാണ് കേട്ടോ. പിന്നെ ഈ സമയത്ത് എനിക്ക് എൻ്റെ മോനാണ് കേട്ടോ വീഡിയോ എടുത്തു തന്നത്. മോൻ ആദ്യമായിട്ട് തന്നെയാണ് അവനും എടുക്കണം. കാരണം ഒരു ഭയങ്കരമായിട്ട് വീഡിയോ ഷേക്ക് ആവണ പോലെ തോന്നിയിട്ട് എനിക്ക്. അപ്പോൾ ആളെനിക്ക് എടുത്തു തന്നെ വീഡിയോ. അപ്പം ഞാൻ ഈ ഒരു മണി പ്ലാന്റ് ആണ് കേട്ടോ കട്ട് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചത്, ബോട്ടിലാക്കി വെക്കാമെന്ന് വിചാരിച്ചത്. ഇത് ഒരുപാടുണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് ഇങ്ങനെ താഴത്തോട്ട് ഇങ്ങനെ തൂങ്ങിയാണ് കിടക്കണ്ടായിരുന്നത്. അപ്പോൾ ഈ കിടക്കുന്ന ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്തെടുക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത്. ഞാൻ അതേപോലെ തന്നെ മണി പ്ലാന്റ് എല്ലാം മതിലിൻ്റെ മേലെയാണ് കേട്ടോ വെച്ചേക്കണത്. അത് വേറൊന്നും കൊണ്ടല്ല, മഴക്കാലം ആകുമ്പോഴേക്കും കുറച്ച് വെള്ളമൊക്കെ ഇവിടെ കെട്ടാറുണ്ട്. അപ്പം മണി പ്ലാന്റൊക്കെ ഇനി താഴത്ത് വെച്ച് കഴിഞ്ഞാൽ ഇനി ഒരുപാട് പെട്ടെന്നങ്ങനെ ചീഞ്ഞു പോയാലോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് മതിലിൻ്റെ മേലെ കയറ്റി വെച്ചിട്ടുണ്ടായിരുന്നത്. എല്ലാ ചെടികളും മേലെയാണ് കേട്ടോ കയറ്റി വെച്ചേക്കുന്നത്. ഒരുപാട് പൂച്ചെടികളും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. റോസ അതൊന്നുമില്ല. ഇതേപോലെ മണി പ്ലാന്റ് ഉണ്ട്. പിന്നെ അതേപോലെ ഇലച്ചെടികളാണ് കൂടുതലായിട്ടുള്ളത്. പിന്നെ നമ്മുടെ കടലാസ് പൂവുണ്ടല്ലോ അതുണ്ട്. അത് 2-3 ടൈപ്പ് അങ്ങനെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത്രയും ചെടികളാണുള്ളത്. അപ്പോൾ ഇതെല്ലാം ഞാൻ കട്ട് ചെയ്തെടുക്കണ്ട കേട്ടോ. അപ്പോൾ ഇതെല്ലാം കട്ട് ചെയ്തിട്ട് നമുക്ക് ചെറിയ സൈസ് ആക്കുന്നുണ്ട്, അതേപോലെ തന്നെ കുറച്ച് വലിയ സൈസും ആക്കി എടുക്കണ്ട കേട്ടോ. അപ്പം മോനാണ് എൻ്റെ അടുത്ത് വന്നിരിക്കുന്നത്. അപ്പം ആൾക്ക് ഇത് കട്ട് ചെയ്തെടുക്കണം എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ആളുടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്ത് വെക്കും കേട്ടോ. അതാണ് ഞാൻ കൊടുക്കാഞ്ഞത്. ഒരെണ്ണം അവൻ അതേപോലെ 2-3 കഷ്ണങ്ങളാക്കി എടുത്തായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ കൊടുത്തില്ല കേട്ടോ അവൻ്റെ കയ്യിൽ. അപ്പോൾ ഇതാണ് കേട്ടോ ബോട്ടിൽ. ഞാൻ നേരത്തെ പറഞ്ഞ ബോട്ടിൽസ് ഇതാണ്. ഞാൻ ചിലതിനൊക്കെ ഞാൻ ഇങ്ങനെ പെയിൻ്റൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബാക്കിയൊക്കെ ഒന്നും ചെയ്യാണ്ട് അങ്ങനെ തന്നെ ഇരിക്കുന്ന ബോട്ടിലാണ്. അപ്പോൾ ഇതെല്ലാം പൊടി പിടിച്ചിരിക്കണമായിരുന്നു. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ. കഴുകി അതിൽ വെള്ളമൊക്കെ നിറച്ചെടുത്തു. അതിന് ശേഷമാണ് നമ്മൾ മണി പ്ലാന്റൊക്കെ ഇതിലിട്ട് വെക്കാൻ പോണത്. ഈ ഒരു മണി പ്ലാന്റ് ആണ് ഞാൻ എടുത്തേക്കണത്. ഈ ഒരു ചെടിച്ചട്ടിയിലെ മണി പ്ലാന്റ് ഉണ്ടല്ലേ അത് തന്നെയെല്ലാം കട്ട് ചെയ്തെടുത്ത് ഇതെല്ലാം ഒന്ന് സെറ്റാക്കി വെച്ചോട്ടോ. ചെടിച്ചട്ടിയിൽ മണ്ണൊന്നും ഉണ്ടായിരുന്നില്ല. ഞാനത് എടുത്ത് നോക്കിയപ്പോഴാണ് കണ്ടത് ഒരുപാട് മണ്ണൊന്നും ഇല്ല കേട്ടോ. ഭയങ്കരമായിട്ട് കുറവാണ് മണ്ണൊക്കെ. പിന്നെ മണി പ്ലാന്റ് ഒരു ഇത്തിരിക്കോളം മണ്ണായാലും വെള്ളമായാലും മതിയല്ലോ അത് നന്നായിട്ട് വളരാനായിട്ട്. ഞാൻ അതൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ടോ. ഇതിന് ശേഷം ഞാനതെല്ലാം കുറച്ച് മണ്ണും അതേപോലെ തന്നെ വളമൊക്കെ ഇട്ട് കൊടുത്ത് അതൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഇതേപോലെ കട്ട് ചെയ്തത് സാധാ മണി പ്ലാന്റ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അതും രണ്ടും ചേർത്താണ് ഞാൻ വെച്ചത്. ഇതിപ്പോൾ എൻജോയ് പോത്തോസ് എന്നെങ്ങാണ്ടാണ് ഈ ഒരു
മണി പ്ലാന്റിൻ്റെ പേരെന്നാണ് തോന്നണത്. അപ്പം അതും പിന്നെ സാധാ മണി പ്ലാന്റും ഉണ്ടായിരുന്നു. അപ്പോൾ രണ്ടും കൂടി ഒരുമിച്ചിട്ടൊക്കെയാണ് ചില ബോട്ടുകളിൽ വെച്ചത്. ചിലത് കുറച്ച് നീളത്തിലാണ് കേട്ടോ വെച്ചത്. ചില മണി പ്ലാന്റുകൾ ചില ബോട്ടിലുകളിൽ കുറച്ച് നീളത്തിലാണ് ഞാൻ വെച്ചത്. അപ്പോൾ എല്ലാം ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞു കേട്ടോ. എല്ലാ മണി പ്ലാന്റും ഞാൻ വെച്ചിട്ടുണ്ട്. ചിലതിൽ ഭയങ്കര ചെറുത് വെച്ചിട്ടുണ്ട് കേട്ടോ. ചിലതിൽ കുറച്ച് വലുത് നീട്ടം കൂട്ടി വെച്ചേക്കുന്നത്. കാരണം അത് നീട്ടം കൂട്ടി വെക്കാൻ കാരണം ജനാലമേ ഇങ്ങനെ മുകളിലോട്ട് വളരാനായിട്ട് ഇതായി കൊടുക്കാമല്ലോ. അതിനാണ് കേട്ടോ അങ്ങനെ ചെയ്ത് വെച്ചത്. പിന്നെ ചിലത് ഭയങ്കര ചെറിയ ബോട്ടിലായിട്ട് ചെറിയ കഷ്ണങ്ങളായിട്ടും കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ ആദ്യം ഇവിടെ നിന്ന് വൃത്തിയാക്കണ്ട കേട്ടോ. അപ്പോൾ ആദ്യം ആകെ പൊടി പിടിച്ച് കിടക്കണ കാരണം ഞാൻ ആദ്യമൊക്കെ ഇവിടെ നിന്ന് ക്ലീൻ ചെയ്തു. പിന്നെ ഈ പോട്ടൊക്കെ എടുത്ത് മാറ്റി കേട്ടോ. ഒരു വെള്ള കുഞ്ഞ് പോട്ടിരിക്കണ കണ്ടല്ലോ, അതൊക്കെ എടുത്ത് മാറ്റി. അതിന് ശേഷം ഞാൻ ഓരോ കുപ്പികളായിട്ടാണ് എൻ്റെ അടുത്ത് വെച്ചത്. ഞാൻ ആ മണി പ്ലാന്റൊക്കെ ഒന്ന് വെള്ളത്തിലൊന്ന് ഇതാക്കി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, മുക്കിയെടുത്തിട്ടുണ്ടായിരുന്നു ഒന്ന് ഫ്രഷ് ആയിട്ടിരിക്കാൻ വേണ്ടി. നമുക്കിത് ഒരാഴ്ചയിൽ ഒരു ദിവസം നമുക്ക് ഇതിൽ വെള്ളമൊക്കെ ക്ലീൻ ചെയ്യണം കേട്ടോ. വെള്ളം മാറ്റി കൊടുക്കണം. അതേപോലെ തന്നെ മണി പ്ലാന്റൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് എടുത്ത് അതിൻ്റെ ചില സമയത്ത് അതിൻ്റെ അടിയിലെ വേര് ചീഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ കട്ട് ചെയ്ത് കൊടുത്തിട്ട് വേണം നമുക്ക് പിന്നെയും ഇത് സെറ്റ് ചെയ്ത് വെക്കാനായിട്ട്. അപ്പം ഒരുപാട് 1-2 ആഴ്ച കൂടുമ്പോൾ ചെയ്താൽ മതി. അപ്പം ഒരുപാട് ബുദ്ധിമുട്ടില്ല നമുക്കത് മെയിൻറ്റെയിൻ ചെയ്ത് പോകാനായിട്ട്. അതാണ് ഞാൻ മണി പ്ലാന്റ് തന്നെ എടുത്തത്. പിന്നെ ഞാൻ അതിൻ്റെ സൈഡിൽ മേലെയും മണി പ്ലാന്റിൻ്റെ ഒരു ബോട്ടിൽ തൂക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൽ മണി പ്ലാന്റ് തന്നെയാണ് ഞാൻ തൂക്കിയിട്ടേക്കുന്നത്. ഇതാണ് ഇപ്പോൾ മൊത്തത്തിലുള്ള റിവ്യൂ. നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലയെന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. ഞാൻ അറേഞ്ച് ചെയ്ത് വെച്ചേക്കണത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ.